ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. ജനറൽ സർവീസായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രേക്ക്, ക്ലച്ച്, എയർ ഫിൽറ്റർ തുടങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് പോകും. ജനറൽ സർവീസിൽ അത്യാവശ്യം ക്ലച്ച് ഗ്രീസിങ് അടക്കം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിൽ എന്തെങ്കിലും പാർട്സുകൾ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ മാറ്റേണ്ടി വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ലേബർ ചാർജിലൊക്കെ വേരിയേഷൻ വരാം. ശരിക്കും പറഞ്ഞാൽ ജനറൽ സർവീസിന് വന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 600 രൂപയാണ് നമുക്ക് അതിൻ്റെ ടോട്ടൽ സർവീസ് ചാർജ് വരാം, അതായത് ലേബർ ചാർജ് മാത്രം കേട്ടോ. പിന്നെ അതിനകത്ത് അഡീഷണലായിട്ട് നമുക്ക് ബ്രേക്കിൻ്റെ കേബിളുകളോ ആക്സിലേറ്റർ കേബിൾ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് വരുന്ന വർക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ലേബർ ചാർജിലെ എമൗണ്ടിൽ വേരിയേഷൻ വരുള്ളൂ. അപ്പോൾ നമ്മളിത് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട എൻ്റെ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻസോ ഡാമേജുള്ള പാർട്സുകളുടെ ഡീറ്റെയിൽസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് എക്സ്പ്ലനേഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. നമുക്കിത് കിടക്കുന്നത് കമ്പനി ലൈനറൊന്നുമല്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പുറമെ വന്ന ലോക്കൽ ബ്രാൻഡാണ്. ലൈനർ അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ ലൈനർ ഒരേമ ഹബിനകത്ത് ഒരുപാട് പൊടി വരികയും ഹബിന് തേയ്മാനം കൂടിയും സ്ക്രാച്ച് കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തൽക്കാലം ഇതിപ്പോൾ നിലനിർത്താം. അതിന് മാറ്റേണ്ട വരുമ്പോൾ നമുക്ക് ജെനുവിൻ പാർട്സ്, ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ ഹബ്ബുമേ ഡിസ്കിൻ്റെ ഈ നട്ടുകൾ ലൂസായതാണ് ആ സൗണ്ട് കാണിച്ചുകൊണ്ടിരുന്നത്. കണ്ടോ, ഇതൊക്കെ ലൂസായി കിടക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ടിൻ്റെ റെഡി ആയിക്കോളും. പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നോക്കുമ്പോണ്ടല്ലോ, എയർ ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററിന് കിടക്കുക. പക്ഷേ എന്ന് വെച്ചാൽ അത് തന്നെ നല്ലോണം ബ്ലോക്ക് ആയി അതുണ്ടാവും, പൊടി പോകണമെന്ന് ഇതുമെന്ന് കാണുന്നത്. ഇത്രയും ഈ രീതിയിലാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് വരിക. കാരണം ഇതുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഫിൽറ്ററാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒറിജിനൽ ഫിൽറ്റർ യൂസ് ചെയ്തില്ലെങ്കിൽ പറ്റാമെന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ ഹെഡിനകത്ത് ഓവറായിട്ട് കാർബൺ ഡെപ്പോസിറ്റ് വരും. നമുക്കത് അടിക്കടി ഓരോരോ കംപ്ലയിൻറ്റ്സ് ആയിട്ട് അങ്ങനെ നമ്മുടെ മുമ്പിൽ വരും. കാരണം പ്രത്യക്ഷത്തിൽ നമുക്കിത് മാറ്റിയിടുമൊന്നും പ്രശ്നം കാണിക്കില്ല. കുറേ ഓടി കഴിയുമ്പോഴേക്കാണ് അതിൻ്റെ പ്രോബ്ലംസ് വരിക. ഹെഡിനകത്ത് കരി കൂടും, പിന്നെ കംപ്രഷൻ ലീക്കേജ് കാണിക്കും, സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിക്കും. അങ്ങനെ പല കംപ്ലയിൻറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റിലേക്ക് പോകാനായിട്ട് ഇതൊരു കാരണമാവും. അപ്പോൾ പരമാവധിയും എയർ ഫിൽറ്ററൊക്കെ ഒറിജിനൽ പാർട്സ് തന്നെ യൂസ് ചെയ്യും. അപ്പോൾ ഇതുമ്പോൾ കിടക്കുന്നത് ഒറിജിനലല്ല. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് എന്തെങ്കിലും എയർ ഫിൽറ്റർ മാറ്റിയിടാം. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തേക്കൂടെ സ്പാർക്ക് പ്ലഗും കൂടി നമുക്ക് മാറ്റേണ്ടതാണ്. ഇത് ഇത്രയും ബ്ലോക്ക് ഉള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും കാർബറേറ്റർ അസംബ്ലി ഒന്ന് അഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ നല്ലതാണ്. കാരണം അത് കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞാൽ അതൊക്കെ ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ്. കാർബറേറ്റർ ക്ലീനിങ്, കാർബറേറ്റർ ട്യൂണിങ്, അങ്ങനെ അഡ്ജസ്റ്റിംഗ് ഒക്കെയാണ് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ളൂ. അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന് ക്ലീനർ വരും. അതിനോടനുബന്ധിച്ച് സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ അഡീഷണൽ വരാം. അപ്പോൾ അതൊന്ന് ചെയ്തു പോയാൽ നല്ലതാണ്. ജസ്റ്റ് നമ്മൾ സജഷൻ പറഞ്ഞു എന്നുള്ളൂ. കാരണം ഞാൻ അത്രയ്ക്കും ബ്ലോക്കാണ് ഇപ്പോഴത്തെ എയർ ഫിൽറ്ററിൻ്റെ ഈ കണ്ടീഷനിൽ വണ്ടി ഓടിക്കുന്നത്. മൈലേജ് വളരെ ഷോർട്ടായിരിക്കും, വലിയ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്രാങ്കിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിലായാലും ഓയിൽ സീലുകൾക്ക് ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എയറടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാഴ്ചയിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, വലിയ പഴക്കമായിട്ടില്ല. ഇടയ്ക്ക് എപ്പോഴും മാറ്റിയേക്കണതാണ്, നല്ലതാണ് കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബെൻഡെക്സ് യൂണിറ്റിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, ഫ്രീ ആണ്, സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് CVT ക്ലച്ചിൻ്റെ മെയിനായിട്ടൊരു മുന്നൊരു പാർട്ടാണ്. അതായത് അത്യാവശ്യം ബെൽറ്റ് അതിൻ്റെ ഉള്ളിൽ ഒരു പുള്ളി പോലെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒറ്റ യൂണിറ്റ് പോലെ അസംബിൾ ചെയ്യുമ്പോൾ ഒരു യൂണിറ്റായിട്ട് വരും. ഇതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. കാരണം അത്യാവശ്യം തുരുമ്പിൻ്റെ പ്രസൻസ് ഉണ്ട് ഇതുമേ. തന്നെയല്ല നമുക്ക് ജനറൽ സർവീസിൽ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ച കൈയോടെ അത് അഴിച്ച് ഗ്രീസ് ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ അത് ഓൾറെഡി ജനറൽ സർവീസിലുള്ളതാണ്, അതിന് വേണ്ടിയിട്ട് അഴിച്ചേക്കണതാണ്. പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വീലുകൾക്കായാലും വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യാം, അതിന് ശേഷം നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ ക്ലച്ച് ഔട്ടറിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ക്ലച്ച് ഷൂ പിടിച്ചേക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു കളർ ചേഞ്ച് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ചില ഭാഗങ്ങളിൽ അത് ടച്ച് ആവുന്നുണ്ട്. തൽക്കാലം നമ്മൾ വാട്ടർ പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ക്ലച്ച് ഷൂ. അത് നിലവിൽ അതിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ മോശമൊന്നുമില്ല. ശരിക്കും അതൊന്ന് പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് പൊടിയൊക്കെ കളഞ്ഞ് നീറ്റായിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷനായിരുന്നു. ബെൽറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്, ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. പൊട്ടലോ കാര്യങ്ങളോ ഡാമേജോ ഒന്നുമില്ല. ക്ലച്ച് കവറിൻ്റെ കിക്കർ കവറിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കൂട്ടത്തിക്കിടെ ഒന്ന് റീസെറ്റ് ചെയ്ത് പോകാം. പിന്നെ അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പെർഫോമൻസൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ആക്സിലേറ്ററിൻ്റെ കേബിളായാലും വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ സൈഡിൽ ചെറിയൊരു നനവൊക്കെ ഉണ്ട്, വലിയ ലീക്ക് എന്ന് പറയാനൊന്നും ആയിട്ടില്ല കേട്ടോ.
അപ്പോൾ നമുക്ക് ഈ കാർബേറ്ററിൻ്റെ കേസ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണം. നമ്മൾ ഈ പറയുന്ന എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല, അത് അതിന് അഡീഷണൽ നമുക്ക് കോസ്റ്റ് വന്നതാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഹെഡ് ലൈറ്റിൻ്റെ അടിയിൽ വന്ന കവർ, ഹാൻഡിൽ കവർ പൊട്ടി കിടക്കുകയാണ്. അപ്പോൾ നമുക്കത് മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടത്തിൽ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. അത് കൂടാതെ കൂടെ നമ്മളതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതും ഫ്രണ്ടിലും കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പാർട്സാണ്. അതായത് ബ്രേക്ക് ലൈനറൊക്കെ കുറഞ്ഞ ബ്രാൻഡാണ്, കമ്പനി ആയിട്ടല്ല, ഒറിജിനലല്ല കേട്ടോ. പിന്നെ അതിൻ്റെ നമ്മളതിൻ്റെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ആ ക്യാമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഈ ഫ്രണ്ടിൽ വന്ന ലിങ്ക് സസ്പെൻഷൻ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഈ ബുഷ് തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്ലേ അടക്കം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്തേക്കണത് തന്നെ പൊസിഷൻ മാറ്റിയാണ് സെറ്റ് ചെയ്തേക്കുക. ഈ ഭാഗമൊക്കെ നേരെ തിരിഞ്ഞാണ് വന്നത്, അടിയിലാണ് വന്നത്. കാരണം ഇതാണ് അതിൻ്റെ ഗ്രീസിങ് ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നത് കേട്ടോ. അപ്പോൾ ഈ സൈഡായാലും ചെറിയ ടൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ മാത്രം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെയാണ് ക്ലിയർ ചെയ്ത് പോകും. പിന്നെ നമ്മളതിൻ്റെ കൂട്ടത്തിൽ കൂടെ ബാറ്ററിയുടെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. നമുക്കിപ്പോൾ ഇരിക്കുന്ന ബാറ്ററി 5 ആമ്പറിൻ്റെ ബാറ്ററിയാണ്, മിൻറ്റയുടെ ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ 12.28 ആ റേഞ്ചിൽ വരുന്നുണ്ട്. അത്യാവശ്യം വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ വാല്യൂസായിട്ട് കാണിക്കുന്നത് ഡാമേജ് ആയിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് വലിയ താമസിച്ചാണ്ട് ഒരു പക്ഷേ നമുക്ക് ബാറ്ററി സെൽഫിൻ്റെ പ്രോബ്ലം ഒക്കെ കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. ടെസ്റ്റിൽ ഫെയിൽഡാണ് കാണിക്കുക. ശരിക്കും പറഞ്ഞാൽ 12.52 ആ റേഞ്ചിലൊക്കെയാണ് ശരിക്കും നല്ല പെർഫോമൻസ് വരുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പ്രശ്നമൊന്നും കാണിക്കുന്നില്ല, എങ്കിൽ കൂടി നമുക്ക് പരമാവധി ഉപയോഗിക്കാം. സെൽഫിൻ്റെ പ്രോബ്ലം കാണിച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അഴിച്ച് ബാറ്ററി മാറ്റേണ്ടി വരും. ശരിക്കും ഇതിന് വന്നത് 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് കേട്ടോ. കറക്റ്റ് ആ ബോക്സ് കൃത്യമായിട്ട് അടയില്ല, ഇങ്ങനെ വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ലിവറിൻ്റെ ഈ സൈഡിലത്തെ ഹാൻഡിൽ ലിവറിൻ്റെ ഈ ഭാഗമൊക്കെ ലൂസാണ്. അതിൻ്റെ ബാൻഡ് മാറ്റി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയറായി പൊക്കോളും. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ്, അത് ഫോം ടൈപ്പാണ്, സ്പോഞ്ച് പോലത്തെയാണ്. അത് മൊത്തം പൊടിഞ്ഞു പോയേക്കാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി സെറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ അത് വന്നത് നമുക്ക് ഈ കവറിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്തായിട്ട് വരാം. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് വിടുന്നുണ്ട്. പ്ലഗിൻ്റെ കേസ് പറഞ്ഞിരുന്നു. കാരണം എന്ന് വെച്ചാൽ പ്ലഗും എയർ ഫിൽട്ടറും കൂടിയിട്ട് ഒപ്പമാണ് നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. ശരിക്കും നമ്മളിപ്പോൾ എയർ ഫിൽട്ടറും പ്ലഗ് ഇപ്പോൾ മാറ്റിയിടുന്നുണ്ടെങ്കിൽ പോലും 10,000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും 10,000 കിലോമീറ്ററാണ് ഇതിൻ്റെ നല്ല ലൈഫ് എന്ന് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ആ 10,000 കിലോമീറ്റർ കഴിയുമ്പോൾ ഇത് രണ്ടും കൂടി ഒപ്പമാണ് മാറേണ്ടത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും കറക്റ്റായിട്ട് ഇതായിട്ട് നിൽക്കണതാണ്. എയർ ഫിൽട്ടർ എയർ പ്യൂരിഫൈ ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വിടുക, എയർ ഫിൽട്ടർ ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോവുക. ആ ചെല്ലുന്ന ആ കറക്റ്റ് മിക്സർ കത്തിക്കാനായിട്ടുള്ള ഒരു പെർഫോമൻസ് ഇഗ്നിഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഫിൽട്ടറും ഈ പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓയിൽ നമ്മൾ അഴിച്ചു വിട്ട് നമ്മൾ ലെവൽ നോക്കുമ്പോൾ ലെവൽ തീരെ കുറവാണ്. അപ്പോൾ ഓയിൽ അഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ, വളരെ അളവ് കുറവ് കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് 3000 കിലോമീറ്ററാണ് ഒരു ഓയിൽ ചേഞ്ച് ചെയ്ത അടുത്ത നെക്സ്റ്റ് ഓയിൽ ചേഞ്ചിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ 3000 കിലോമീറ്ററാണ്. ആ 3000 കിലോമീറ്ററിൽ കൃത്യമായിട്ട് ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓയിൽ ലെവൽ വളരെ കുറവ് കാണിക്കുന്നുണ്ട്. ഓയിൽ കുറയാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഓയിൽ മൈന്യൂട്ടായിട്ട് കത്തി ലെവൽ കുറഞ്ഞു പോകും, അതായത് ചെറിയതായിട്ട് പുക കാണിച്ച് ലെവൽ കുറഞ്ഞു പോകും. പിന്നെയുള്ളത് എൻജിൻ ഓയിൽ ലീക്കായിട്ട് പോകും. ലീക്കായിട്ട് വന്നാലും ഓയിൽ ലെവൽ കുറയും. അപ്പോൾ ഇതിനകത്ത് നിലവിൽ പ്രത്യക്ഷത്തിൽ അതിനുള്ള ലീക്കൊന്നും കാണുന്നില്ല. അപ്പോൾ മൈന്യൂട്ടായിട്ട് ഓയിൽ കത്തുണ്ട് എന്ന് വേണം നമുക്ക് അതിനകത്ത് നിന്ന് അനുമാനിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കേസത്തിൽ ഇപ്പോൾ നമ്മൾ സർവീസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോട്ട് ചെയ്യുക. ആ കിലോമീറ്ററൊക്കെ ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് ഒരു 1000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അതുണ്ടെങ്കിൽ എത്രത്തോളം കുറയുണ്ടെന്ന് നോക്കിയിട്ട് കാര്യമായിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ, ആ കംപ്ലയിൻറ്റ് റെഡി ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ എൻജിൻ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റിലത്തെ ഒരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ നിർബന്ധമായിട്ട് ഓയിലൊന്ന് ചെക്ക് ചെയ്യുക. അത് നമ്മളുടെ വണ്ടിയുടെ എൻജിൻ ഹെൽത്തിനെ ഡയറക്റ്റ് ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അതിനകത്ത് അലംഭാവം കാണിക്കരുത്. ബാക്കിയത്തെ നമ്മൾ ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ്, ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.